ഹായ് എല്ലാവർക്കും നമസ്കാരം. മാനസ ഫാഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. 5 ദിവസം കഴിഞ്ഞു. അപ്പം ഒരുപാട് പേര് മെസ്സേജ് അയച്ചു കേട്ടോ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പല പ്രാവശ്യം ചിലർ മെസ്സേജ് അയച്ചു. അതായത് 30 വ്യൂസ് ആയിട്ട് എടുത്ത ഫോട്ടോ അയച്ചിട്ടുണ്ട്. പിന്നെ അതിൽ 40-50 ഇടയ്ക്കിടയ്ക്ക് എടുത്തയക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കറക്റ്റ് 30 വ്യൂസ് ആകുമ്പോൾ, അല്ലെങ്കിൽ 30 എപ്പോഴാണോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ 30 വ്യൂസിൽ കൂടുതലായിട്ട് നിൽക്കുന്ന അന്നേരം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ചില പല ദിവസങ്ങളിൽ ഇട്ടിട്ടും ഒക്കെ അയച്ചു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നതിലല്ല കാര്യം. എത്ര വ്യൂസ് 30 വ്യൂസ് കിട്ടി എന്നുള്ളതിലാണ് കാര്യം കേട്ടോ. നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്തു 30 വ്യൂസ് ആയി, അതിൽ മാത്രമേ ഉള്ളൂ കാര്യം കേട്ടോ. അല്ലാതെ എത്ര വ്യൂസ് എത്ര പ്രാവശ്യം ഇട്ടു അതിലൊന്നും കാര്യമില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 5 വിന്നേഴ്സാണ്. 5 പേർക്ക് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ചുരിദാർ സെറ്റ് ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് കേട്ടോ. ചുരിദാർ മെറ്റീരിയലാണ് അയച്ചു കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പാർട്ടി വെയർ എന്നല്ല, നല്ലൊരു എന്താ പറയുക പ്രീമിയം ക്വാളിറ്റിയുള്ള ചുരിദാർ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് അയച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5 പേരെ തിരഞ്ഞെടുക്കാം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗീവ് അവേ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഗീവ് അവേ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വിന്നറിനെയാണ് എടുക്കുന്നത്. 5 പേരാണ് മൊത്തം കേട്ടോ. മൊത്തം 5 വിന്നേഴ്സ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗീവ് അവേ ഇടാം. ഇതിപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ആദ്യത്തെ ഗീവ് അവേ നമ്മൾ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗീവ് അവേസ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾക്കാരെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കട്ടെ, ആദ്യത്തെ എടുക്കട്ടെ. ഇതവിടെ കുളിക്കട്ടെ. കുളിക്കിട്ട് കണ്ണുടച്ചെടുക്കാം. ഇതാണ് ആദ്യത്തെ ആൾ കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗീവ് അവേയുടെ വിന്നർ. സ്ക്രീനിൽ കാണിക്കുന്നില്ല, ഞാൻ ഇതിനകത്ത് പേരും ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ട്. പേരും ഞാൻ കാണിക്കാം കേട്ടോ. ഫോൺ നമ്പരൂടെ എഴുതിയതെന്ന് വെച്ചാൽ ഒരേ പേരിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ആളെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇന്ന ആളാണെന്ന് നിങ്ങൾക്ക് ആ ആൾക്ക് തിരിച്ചറിയണമല്ലോ പേരും. അതിപ്പം ഫാത്തിമാൻ്റെ പേര് പറഞ്ഞാൽ എത്ര ഫാത്തിമമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും മനസ്സിലാക്കാനൂടെ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്പറിൻ്റെ അവസാനത്തെ 4 നമ്പേഴ്സ് വായിക്കാം, ലാസ്റ്റ് 4 നമ്പേഴ്സ് കേട്ടോ. ഇതാണ് ആദ്യത്തെ വിന്നറെ. ആദ്യത്തത് ഫഹീം ഷബീന എന്നുള്ള പേരിലാണ് കിടന്നത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പേര് കിടന്നത്, ഫഹീം ഷബീന ആണോ, അങ്ങനെയാണ് കിടന്നത്. ചിലർ മക്കളുടെ പേരൊക്കെ ഇട്ടാണ് വാട്സപ്പിൽ നെയിം സേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫഹീം ഷബീന എന്നുള്ള പേരാണ് കിടന്നത്. അതിൻ്റെ അവസാനത്തെ 4 ലെറ്റേഴ്സ് 8963. മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 ലെറ്റേഴ്സാണ് 8963. ഫഹീം ഷബീന എന്നാണ് കിടന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വിന്നർ. ഓക്കെ, അത് മാറ്റി വെച്ചേക്കാം, ഇതിനകത്തുള്ളൊന്നുമില്ല, മാറ്റി വെച്ചേക്കാം. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. അപ്പോൾ ഫഹീം ഷബീന വന്നു. ഇനി അടുത്ത ആരാ വരുന്നത് നോക്കാം. അടുത്ത വിന്നർ ഇതാണ് കേട്ടോ. രണ്ടാമത്തെ ആളിതാണ്. ആരാന്ന് നോക്കാം. ബിന്ദു അനിലാണ് കേട്ടോ അടുത്ത വിന്നർ. ബിന്ദു അനിൽ. താഴെ മൊബൈൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ മൊബൈൽ നമ്പറാണ് ഞാൻ ഈ മറച്ചു പിടിക്കുന്നത് കേട്ടോ. ബിന്ദു അനിൽ. അവസാനത്തെ മൊബൈൽ നമ്പറിൻ്റെ 4 അക്ഷരം 1756 കേട്ടോ. 1756 ആണ് അവസാനത്തെ 4 ലെറ്റർ. ബിന്ദു അനിൽ. അപ്പം നമുക്കിനി അടുത്ത മാറ്റി വെക്കുകയാണ്. അടുത്ത ആളെ നോക്കാം. 2 പേരായി, ഇനി 3 പേരോട് വരണം. സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കഴിയട്ടെ. ഇതാണ് കേട്ടോ അടുത്ത ആൾ ഇതാണ്. ടെസി സെബാസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത്. ടെസി സെബാസ്റ്റ്യൻ. ഇതൊക്കെ വാട്സപ്പിൽ നിങ്ങൾ സേവ് ചെയ്ത പേരുകളാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ നമ്മൾ നമ്പർ സേവ് ചെയ്യാൻ നേരം ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. ചിലരൊക്കെ പേര് അയച്ചു തന്നു. ചിലരിങ്ങനെ സ്മൈലി ഫേസ് ഒക്കെ ഇട്ടവരോട് ഞാൻ പേര് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പേര് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ടെസി സെബാസ്റ്റ്യൻ. അവസാനത്തെ 4 മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 നമ്പേഴ്സ് 6238 കേട്ടോ. ടെസി സെബാസ്റ്റ്യൻ. അപ്പം 3 പേരായി. ഇനി 2 പേരെ നോക്കാം. ആരൊക്കെ ഇനി അവസാനത്തെ 2 പേരെ നോക്കാം.
ഇതാണ് നാലാമത്തെ ആള് വന്നു നോക്കട്ടെ. ധന്യ. നാലാമത്തെ ആള് ധന്യാണ് കേട്ടോ. ധന്യ നാലാമത്തെ ആള്. അവസാനത്തെ 4 ലെറ്റേഴ്സ് 2211 കേട്ടോ. അവസാനത്തെ 4 ലെറ്റേഴ്സാണ് 2211 ആണ്. മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് ലെറ്റേഴ്സാണ് ഈ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്പേഴ്സ്, സോറി, ലെറ്ററുടെ നമ്പർ. ധന്യ. ഇനി ലാസ്റ്റ് വിന്നറാണ്. 4 പേരെ സെലക്ട് ചെയ്തു. ഇനി ലാസ്റ്റ് വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ലാസ്റ്റ് ആള്. തുറന്ന് നോക്കാം, പേര് നോക്കാം. ഓമന ജോസ് ആണ് ലാസ്റ്റ് വിന്നർ കേട്ടോ. വേണ്ട, ഓമന ജോസ്. മൊബൈൽ നമ്പർ 2318 2318 ആണ് അവസാനത്തെ 4 ഡിജിറ്റ്. 2318. ഓക്കെ, അപ്പോൾ നമുക്ക് 5 വിന്നേഴ്സിനെ കിട്ടി. എല്ലാവരുടെയും പേരും മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ എൻ്റെ നമ്പറുണ്ട്, ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എന്തായാലും എൻ്റെ ഫോൺ നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും അവർക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി ഗീവ് അവേ വരുമ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.